അപ്പോൾ ഗൈസ് ഫൈനലി ദ ലാസ്റ്റ് ഡേ ഓഫ് അവർ സ്റ്റേ ഇൻ തായ്ലൻഡ് ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഫിറ്റ് ചെക്ക് അത്ര ഒന്നുമില്ല. ഇന്ത്യയിലേക്ക് കൈ കിട്ടിയ സാധനമൊക്കെ എടുത്തിട്ടു. ഫ്ലൈറ്റ് റൈഡൊക്കെ ഉള്ള കാരണം വെച്ചാൽ കംഫർട്ടബിളായി. അത്രേ ഉള്ളൂ. നമുക്കിനി നേരെ പോയി ഷോപ്പിംഗ് ഉണ്ട്. ബാങ്കോക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ബാങ്കോക്കിൽ പോയി ഷോപ്പ് ചെയ്തതിന് ശേഷം ബാക്ക് ടു ഇന്ത്യ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഒരു ഗുണം തന്നിട്ടോ, അടിപൊളി, നല്ല ചൂടുണ്ട്, സൂപ്പറായിട്ട് സാധനം പോകും. നമ്മൾ ഒരു പീസ് എടുക്കുക, കട്ട് ചെയ്യുക, ഓക്കെ, എന്നിട്ടൊരു മാംഗോയും കൂടി എടുക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ആൾ, കൊടുകൈ. അടിപൊളി പരിപാടി. Thank you for organizing this event and thank you. But the team still needs a leader, right? Great job. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടോ? ആക്ച്വലി RCST വർക്ക്ഷോപ്പ് ഒരു രാജ്യം വിട്ട് വേറെ രാജ്യത്തിലേക്ക് പോകുന്നു. ദാറ്റ് മീൻസ് ഒരു ഇൻ്റർനാഷണൽ ലെവൽസിലേക്ക് പോവുക എന്നുള്ളത് ഈ അസോസിയേഷന് തന്നെ ഏറ്റവും വലിയ അംഗീകാരമാണ്. ഒരിക്കലും ഇത് സാധിച്ചത് ഒരിക്കലും നമ്മളെ കൊണ്ടല്ല. വരാൻ പോകുന്ന RCST റീജിയൻ സോൺ ചെയർപേഴ്സന്മാരുടെ കഠിന ഉത്തരവാദിത്വം അവർ തെളിയിക്കപ്പെടുന്നു. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് തായ്ലൻഡിലാണ്. ഏറ്റവും അഭിമാനമുണ്ട്. ഈ പദ്ധതി ഏറ്റവും മികച്ചതാക്കിയത് നമ്മുടെ ടീം ബിൽഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ടീം ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ടീം ബോണ്ടിങ് വരും. ടീം ബോണ്ടിങ് കഴിഞ്ഞ് ടീം ബിൽഡ് ചെയ്തതിന് ശേഷം ഒരു വലിയ സക്സസ്സിലേക്ക് 2025-26 വരാൻ വളരെയധികം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത, പ്രത്യേകിച്ച് എൻ്റെ വരാൻ പോകുന്ന ടീം അംഗങ്ങൾക്കും അതുപോലെ വലതിടത് കരങ്ങളായ RCക്കും SLCക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് തായ്ലൻഡിൽ നിന്ന് ഞങ്ങൾ മടങ്ങുന്നു. താങ്ക് യു വെരി മച്ച്. സൈനിങ് ഔട്ട്. നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നു. ചേട്ടാ, എന്തോ ഒരു വിഷമം പോലെ. മൊത്തം അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. ഇവിടേക്ക് വരുമ്പോൾ 3 ദിവസത്തേക്ക് വരല്ലേ, ഇനിയും വേണം. ഒരു മിനിമം ഒരു 5 ദിവസമെങ്കിലും വേണം. എന്നാലേ നമുക്ക് നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഫുഡാണെങ്കിലും എനിക്ക് അതിൽ മാത്രം കുറച്ച് വിഷമമുണ്ട്. കുറച്ചും കൂടി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. വരാം, നമ്മൾ ഒരു വരവും കൂടി വരേണ്ടി വരും. He is very naughty man. You are naughty. 23 years she has to take care of you. Now very good care. So. എത്ര രൂപയുടെ സാധനം വിളിയിരുന്ന് ഉണ്ടാക്കണമെന്ന് കണ്ട മാക്സിമം സൂം ചെയ്യാൻ പറ്റും നോക്കട്ടെ. കഴിക്കാൻ സാധനമില്ലേ, ഡയമണ്ടാണ് ഫുള്ള്. പുള്ളി നൈസായിട്ട് ഈ പാത്രത്തിൽ ഡയമണ്ടുകൾ ഇരിക്കുന്നത്, ചെറിയ ചെറിയ ഡയമണ്ട് അതിനൂടെ വയ്ക്കും, എടുത്ത് നേരെ മുകളിൽ കഴിക്കും. അങ്ങനെ ഡയമണ്ട് ഉണ്ടാക്കണം പുള്ളി. പുള്ളി ഡയമണ്ട് ഉണ്ടാക്കല്ല, ഡയമണ്ട് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം. മോതിരം എന്തോ ഉണ്ടാക്കുകയാണ് പുള്ളി. എന്താണോ എൻ്റെ പൊന്നിടാവേ, ഇത് നോക്കി നീ, ഫുൾ ഷോറൂം നോക്കി, സാധനങ്ങളുണ്ടാവും. എത്ര രൂപയുടെ മുതലാ ഇവിടെ ഇരിക്കണേന്നറിയോ? എന്താ ഭംഗി. നമ്മളപ്പോൾ ജസ്റ്റ് ഇറങ്ങിയിട്ടാ ചെയ്യുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വ്ളോഗ് ചെയ്യാൻ സമ്മതിച്ചില്ല. അകത്ത് കയറി ഇപ്പോൾ അവർ പറഞ്ഞു വ്ളോഗ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ അവരുടെ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സംസാരിച്ച് വന്നപ്പോഴാണ് നമ്മൾ അറിയണേ, ഞാൻ അവരുടെ നടുക്കൊരു ഏരിയ ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ആ കുറച്ച് വ്ളോഗ് ഭാഗം ഞാൻ എടുക്കാൻ പറ്റിയത് ഞാൻ ഇടാം. അതിൻ്റെ നടുക്കത്തെ ഭാഗം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി അവരുടെ ഒരു പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പോയി നോക്കി. അത് ലക്ഷറി ഏരിയ ആണ്. അപ്പോൾ പോയി നോക്കിയപ്പോൾ എന്താ പറയണത്, റേറ്റ് ഞാൻ കൺവേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കുറേ നമ്പേഴ്സ്. അപ്പോൾ ഞാൻ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കി INR-ലേക്ക്. ഒരു സാധനത്തിന് 33 ബില്യൺ ബാട്ട്, മില്യൺ ബാട്ട്, അതായത് 9 കോടി രൂപയുടെ സാധനം. ഞാൻ ഓക്കെ ഞാൻ ഇന്ന് വേണോ നാളെ വേണോ പൈസ? മേ ബി 1 ഡേ. എന്നാലും ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയൊന്നും പൈസ ചിലവാക്കില്ലായിരിക്കും. അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളെങ്കിൽ പേടി സത്യം പറഞ്ഞാൽ. പിന്നെ അല്ലാതെ പൈസ ലാച്ചം തള്ളാച്ച. ഓക്കെ, നമ്മൾ വന്നു, ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ കയറി ഫ്രഷായി തിരിച്ച് പോവാണ്. 5 മിനിറ്റ് ടൈം തന്നിട്ടുണ്ടായുള്ളൂ, ഇനി തിരിച്ചു പോവാം. ഓക്കെ, പിന്നെ ഇവിടുത്തെ ബസ്സുകൾക്കെല്ലാം ഒരു പ്രത്യേക ഒരു സാധനമുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയത്. പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിലും ഇങ്ങനത്തെ ബസ്സാണെങ്കിലും ഇങ്ങനത്തെ ഒരു കൺട്രോൾ യൂണിറ്റ് എന്തായാലും ഉണ്ടാവും. ക്യാമറയാണോ?
പിന്നെ ഇയാളുടെ ഒരു കാർഡും ഉണ്ടാവും. ആളപ്പോൾ കാർഡ് എടുത്തുകൊണ്ട് പോയി ഇപ്പോൾ പുറത്തേക്ക് പോയപ്പോൾ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ഈ ബസ് RTO ട്രാക്കിംഗ് ആണ്. RTO ട്രാക്കിംഗ് ഉള്ളതാണ്. RTOയിലോട്ട് ബസ് എവിടെയുള്ള ലൊക്കേഷൻ എല്ലാം പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചില സമയത്ത് സ്പീഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ അപ്പം തന്നെ ഇതിൽ ഡിറ്റക്റ്റ് ചെയ്യും. ഈ സാധനം ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഇവിടെ ബ്ലിങ്ക് ചെയ്യാനൊക്കെ തുടങ്ങും. ഓവർ സ്പീഡായി എന്നിട്ട് നേരെ RTOയിലേക്ക് ആ മെസ്സേജ് ചെല്ലും. ഡയറക്റ്റ് അവിടെ നിന്ന് ഇത് വരും ഫൈൻ വരും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ബ്ലിങ്ക് ആവുന്ന സമയത്ത് എനിക്കിവിടെ വാണിംഗ് പീരീഡ് ഉണ്ടെന്ന് തോന്നുന്നു. ആ പുള്ളി അപ്പം തന്നെ കാർഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ ആ ബ്ലിങ്കിങ് നിൽക്കും. അപ്പോൾ വീണ്ടും വണ്ടി എന്നിട്ട് പുള്ളി സ്ലോ ചെയ്യും. അങ്ങനെയാണ്. പിന്നെ ചില സ്ഥലത്ത് നിർത്താൻ പാടില്ല, സ്ഥലത്ത് നിർത്തുമ്പോൾ വീണ്ടും ഈ സാധനം ഇടുന്ന അടിക്കും. അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ട്രാക്കിങ്ങുള്ള സാധനമാണ്. അടിപൊളി സംഭവമാണ് ഇവിടുത്തെ RTOയുടെ അങ്ങനത്തെ. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കാർഡ് എന്താ പുള്ളി കൊണ്ടുവന്നത്. ഇപ്പോൾ ഇനി ഇവിടെ നിന്ന് 1 മണിക്കൂറുണ്ട് നേരെ ബാങ്കോക്ക്. ഒരു നമ്പറാണോ 112? 3 നമ്പറുണ്ട്. 112 ഇതിലും തോറ്റു. ബാങ്കോക്ക് എത്തിയിട്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഭാര്യമാരുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയാറില്ല. പിന്നെ സാജു പൂർണ്ണമാവുന്നത് പറയണ്ടേ, ഹൈ റേസസ് ഒക്കെ കുറച്ചും കൂടി അധികം ഉള്ളതും ഇതൊക്കെയുള്ള ബാങ്കോക്ക് തന്നെയാണ്. അതിൻ്റെ സിറ്റിയുടെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ജയിച്ചിട്ട് ഭാര്യയുടെ അടുത്ത് വരും അന്തസ്. അത് മനഃപൂർവ്വം. അങ്ങനെ വലിയ ട്രാഫിക്കിൻ്റെ സീൻസ് ഒന്നും കണ്ടില്ല. അത്യാവശ്യം ഓർഗനൈസ്ഡ് ട്രാഫിക്കും ആണ് കേട്ടോ. മറ്റേ നാട്ടിൽ പോലെ കുത്തിത്തിരിപ്പൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് വണ്ടികൾ പോകുന്നത്. നമ്മുടെ ഈ തൊട്ട് മുമ്പിൽ കിടക്കുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ് മുമ്പിൽ ഇപ്പോൾ വരുന്നതാണ്. പിന്നെ ഇതൊരു അവിടുത്തെ ഒരു ടാക്സി ഇങ്ങനത്തെ സെറ്റപ്പാണ് കണ്ടത്. ഫുള്ള് ഇത് കണ്ടില്ല, ഒരു സിഗ്നലിൽ വണ്ടികളൊക്കെ എല്ലാം നിർത്തിയിട്ടേക്കാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് വണ്ടി ഹോണടി പരിപാടിയോ ഒന്നുമില്ല. ഓക്കെ, Welcome to Krungthep Mahanakhar. വെൽക്കം ടു ബാങ്കോക്ക്. നമ്മളിപ്പോൾ അത് ബാങ്കോക്കിലെത്തി. ഇന്ന് പുറത്തേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട്. എന്നിട്ട് 4 മണി വരെ നമുക്ക് ഷോപ്പിംഗ് ടൈം ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇറങ്ങാൻ തീരുമാനിച്ചു. നമ്മൾ ഇറങ്ങാണ്. പ്ലാറ്റിനം മോളിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് എത്തിക്കോളാം എന്നാണ് പറഞ്ഞത്. എന്തായാലും അവർ ഷോപ്പിങ്ങിന് വേണ്ടി അങ്ങോട്ട് വരും. അപ്പോൾ ആ സമയത്ത് അവരെ നമുക്ക് അവിടെ വെച്ച് കാണാം. നമുക്ക് എന്തായാലും ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവരൊപ്പം ജോയിൻ ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഓക്കെ, നമ്മൾ പ്ലാറ്റിനം മോളിലോട്ട് പോകാൻ കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെയാണ്, 5 മിനിറ്റ് നടക്കാനുള്ളേ ഉള്ളൂ. നമ്മുടെ ഗൈഡ് സജസ്റ്റ് ചെയ്ത സ്ഥലമാണ്. അവിടെ പോവാം. ഇവിടെ പക്ഷേ സൂക്ഷിക്കണം എന്നാണ് എൻ്റെ അടുത്ത് ഗൈഡ് പറഞ്ഞത്. അതായത് പട്ടായ പോലെയല്ല, ഇവിടെ പിക്ക് പോക്കറ്റിംഗ് സീൻസൊക്കെ നല്ല രീതിക്കുണ്ട്. ബാഗൊക്കെ വരുമ്പോൾ നമ്മൾ മുമ്പിൽ തന്നെ ഇടണം. പിന്നെ ഫോണും സൂക്ഷിക്കണം. ഭയങ്കര ശ്രദ്ധിച്ച് നടക്കണം. കാരണം അതുപോലെ ആൾക്കാരുള്ള സ്ഥലമാണ്, നല്ല തിരക്കും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ അലേർട്ടായിരിക്കണം, ഭയങ്കര അലേർട്ടായിട്ടിരിക്കണം. ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഓക്കെ ഓക്കെ, നമുക്ക് ഇതെടുത്ത് അപ്പുറത്തോട്ട് പോവാം. കണ്ടിട്ട് ഇതാണ് അപ്പുറത്തേക്ക് പോകാനുള്ള വഴി എന്ന് തോന്നുന്നു. റോഡിൻ്റെ അപ്പുറ സൈഡിലേക്ക് ഇറങ്ങണം. വേണ്ട, നമ്മുടെ ചാനലിൽ നമ്മളെല്ലാം കാണിക്കും. ഇപ്പോൾ അതേ സിവിലും കാണിച്ചിരിക്കുന്നു. പൈലിംഗ് നടക്കുകയാണ്. ബാങ്കോക്കിൻ്റെ സിവിൽ സൈറ്റ് ഇങ്ങനെയാണ്. ഞാൻ പിന്നെ സിവിൽ സബ്ജക്റ്റും കൂടെ ആയിരുന്ന ഇതൊക്കെ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആണ്. കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് പൈലറ്റ് ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോറ് ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കണു. അത് സ്റ്റീലാണ്. അവിടെ എടുത്ത് വെച്ചാണ്. സ്റ്റീൽ ഓൾറെഡി കേജ് കെട്ടി കവർ ബ്ലോക്ക് വെച്ച് വെച്ചേക്കാണ്. അതെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടും. എന്നിട്ട് അത് നടക്കണ പോലെ കോൺക്രീറ്റ് ചെയ്യും. RMC അതാണ് പൈലടിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്ട്രെങ്ത്ത്, അതായത് ലോഡ് മൊത്തം ഈ ബിൽഡിങ്ങിൻ്റെ ലോഡ് മൊത്തം താഴത്തോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ വേണ്ടിയാണ് നമ്മൾ പൈലടിക്കുന്നത്. മണ്ണ് ഒക്കെ വീക്കാവുന്ന സമയത്ത് ഫുൾ സാധനം അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ പൈലടിച്ചു കൊടുക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ലോഡ് മൊത്തം ഡയറക്റ്റ് മണ്ണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കളഞ്ഞോളും പൈല് ഉപയോഗിച്ചിട്ട്. മണ്ണ് സ്ട്രെങ്ത് ഇല്ലെങ്കിലും അതങ്ങ് ലോഡെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിക്കോളും. എല്ലായിടത്തും ഡൂറിയനും മാംഗോവും നിറച്ചുണ്ട്. ഡൂറിയനും മാംഗോ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. KFC ഉണ്ട്. ഇവിടെ മറ്റേ സെറ്റപ്പാന്ന് തോന്നുന്നു. ക്യാഷ് ഇവിടെ കൊടുത്തിട്ട് കാർഡ് എടുത്തിട്ട് അതിൽ നിന്ന് പിടിച്ച് വാങ്ങിക്കണം. അങ്ങനത്തെ സെറ്റപ്പാന്ന് തോന്നുന്നു.
എല്ലാ സാധനമാണ്. പക്ഷെ എന്ത് കഴിക്കുന്നതാണ് ഇപ്പോൾ ഡൗട്ട്. നമുക്ക് ടൈമുമില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടോ നമുക്ക് കഴിച്ചു നോക്കിയാലോ. സാധനം എടുക്കുക, ചോപ്പ് സ്റ്റിക്സ് ഇങ്ങനെ നേരെ പിടിക്കുക, ഫ്ലാറ്റ് നൂഡിൽസ് പറഞ്ഞ് എടുക്കുക. ആദ്യം നമുക്ക് നല്ല ചൂടായിരിക്കും, നമുക്ക് ആദ്യം സൂപ്പ് ട്രൈ ചെയ്യാം. എടാ സൂപ്പർ സാധനം, സൂപ്പർ. അടിപൊളി സാധനം. എടാ സൂപ്പർ സാധനോടാ. എങ്ങനെയാടാ ഞാൻ ഇതൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ പോയി ചോറും പരിപ്പറിയും കഴിക്കുന്നേ? നോക്ക് നീ. ഓ, ഫ്ലാറ്റ് നൂഡിൽസ് കുറച്ചും കൂടി നല്ലതാവാം. കഴിഞ്ഞ ദിവസം കഴിച്ച് കുറച്ചും കൂടി നല്ലതായിരുന്നു. മോശമെന്നല്ല, ഇത് ഭയങ്കര ലൈറ്റാ. സാധനം കിട്ടി കേട്ടോ. ഞാൻ പറയുന്ന ഭാഷ ചേച്ചിക്ക് മനസ്സിലാവണില്ല, ചേച്ചി പറയുന്ന ഭാഷ എനിക്കും മനസ്സിലാവണില്ല. സാധനം പക്ഷെ അവസാനം തന്ന്. ഞാൻ ചാടിക്കറി ഒരു ബൈറ്റ് എടുത്തു. അടിപൊളിയാ, അത് സ്വീറ്റാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഐറ്റംസ് ഒന്നാണേ. ഈ ഫുഡെല്ലാം കഴിക്കാൻ എനിക്ക് സമയമില്ലല്ലോ ദാസ. ഞാൻ വരും, ഞാനൊരു വരവും കൂടി വരും. ഇതിനു വേണ്ടി മാത്രമായിട്ട് ഞാൻ വരൂടാ, നോക്കിക്കോടാ. ഇതിനു വേണ്ടി മാത്രം ഞാൻ വരും. നമ്മുടെ ലാസ്റ്റത്തെ തായ് ഫുഡ് എക്സ്പ്ലോറേഷൻ ആയിരിക്കും മിക്കവാറും ഇത്. മാംഗോ ജ്യൂസ്. ഓക്കെ, നമ്മൾ പക്ഷേ തിരിച്ചു വരുന്നതായിരിക്കും. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. നോക്കിക്കോ, നമ്മൾ മാംഗോ ജ്യൂസ് വെച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ മാംഗോ ജ്യൂസ് വെച്ച് തന്നെ തുടങ്ങിയിരിക്കും അടുത്തത്. നോക്കിക്കോ. ഓക്കെ, നമ്മളിപ്പോൾ ബസ്സിലേക്ക് കയറാം കേട്ടോ. നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ച് എയർപോർട്ടിലേക്ക് പോവാണ്. എല്ലാവരും വന്നിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകുന്നതായിരിക്കും. ഞാൻ ഷോപ്പിംഗ് ആയിട്ട് വലിയ വന്നിട്ട് വാങ്ങിയിട്ടില്ല. അല്ല, നമ്മൾ ഫുഡ് ഐറ്റംസ് വാങ്ങി. ഫുഡിൻ്റെ ക്രേസാണ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ. ഞാൻ മാത്രമല്ല, അപ്പോൾ ചേട്ടന് പ്രത്യേകിച്ച്. ചേട്ടനും കൂടി വരാൻ പറ്റാത്ത സ്ഥിതിക്ക് ചേട്ടനും നൂഡിൽസൊക്കെ വാങ്ങിയേക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വട്ടം റെഡിയാക്കാം. ഓക്കെ. Have a safe journey once again. Thank you very much once again ค่ะ Safe journey ค่ะ Have a safe flight ขอบคุณค่ะ Thank you very much. ഓക്കെ, അപ്പോൾ ഫ്ലൈറ്റ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വിഷമം പോലെ ഉണ്ട്. വെക്കേഷൻ പോലെ വന്നതല്ലേ, കഴിഞ്ഞില്ലേ. യെസ്, ഓക്കെ, നമുക്ക് വരാം. ഒരു ദിവസം ഇറങ്ങാം. ഓക്കെ, നമുക്കിനി പോകാം. ഓക്കെ. Mask first before assisting others under your care. เสื้อชูชีพอยู่ใต้ที่นั่งของท่าน Your life vest is നമ്മളപ്പോൾ അതേ ജസ്റ്റ് ഇറങ്ങിയിരിക്കുന്നു ഫ്ലൈറ്റിൽ നിന്ന് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞ് എത്തിയെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ സാധനം സ്റ്റോറേജ് ഇസ് ഫുൾ എൻ്റെ ഗാലറി മൊത്തം നിറച്ചേക്കുക. ഞാൻ തന്നെ വീഡിയോ എടുത്തിട്ട്. എന്തായാലും പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ ഇത് ലഗേജും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ. ഫ്ലൈറ്റ് ഭയങ്കര ടയറിങ് ആയിരുന്നു കേട്ടോ. അത്ര നല്ല ഫ്ലൈറ്റും അല്ല. ഒരു വെള്ളം പോലും അവർ തരില്ല. അതിനൊക്കെ ചാർജബിളാണ് എല്ലാം. ഓക്കെ, ഞാനിത് വീട്ടിലെത്തി, ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, വീട്ടിലെത്തി ഒരു ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി മൂഡിലാണ് കേട്ടോ. അപ്പം നമ്മൾ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഈ മലയാളി ഇൻ തായ്ലാൻഡ് ട്രിപ്പ് നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഇനിയും പോകണം. തായ്ലാൻഡിൽ കുറേ കാര്യങ്ങൾ മിസ് ഔട്ട് ആയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്യാനുണ്ടായിരുന്നു. തായ്ലാൻഡിൽ നമ്മളാകെ പട്ടായയിലാണല്ലോ പോയത്. പട്ടായയിൽ തന്നെ പല ഫുഡുകൾ ട്രൈ ചെയ്യാനുണ്ടായിരുന്നു. സ്ട്രീറ്റ് ഫുഡ് ആകെ മുതലിറച്ചി കഴിക്കാൻ പറ്റുള്ളൂ എനിക്ക്. എത്ര സാധനം കിടക്കുന്നു. ഒട്ടകറച്ചി വരെ ഞാൻ കണ്ടതാണ്. എനിക്ക് കഴിക്കാൻ പറ്റിയില്ല ആ സമയത്ത്. എന്തായാലും ഒരു വട്ടം കൂടി ഞാൻ പോയതായിരിക്കും. 1-2 വട്ടം പോകണം. അത്രയും
സാധനം മിസ് ഔട്ട് ആയിട്ടുണ്ട് കഴിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ, സോ താങ്ക് യു ഫോർ joining me on this journey. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Until then, life wonder eats. Bye bye.